നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആർ ശ്രീലേഖയുടെ നിർണായക നീക്കങ്ങൾ നമ്മൾ കൈയടിച്ചിരുന്നു. സത്യത്തിൽ ബിജെപിക്ക് ഇതൊരു വലിയ തലവേദനയാകുമെന്ന് പലരും കരുതിയിരുന്നെങ്കിൽ ഇതിപ്പോൾ ബിജെപിക്കല്ല CPM തന്നെയാണ് വലിയ തലവേദനയായി മാറുന്നത് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബിജെപിയുടെ തലവേദനകൾ ഓരോന്നായി കൂടുന്നില്ല, മറിച്ച് ബിജെപി കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ പോകുന്നു എന്ന് വ്യക്തമാവുകയാണ്. ആ അന്വേഷണത്തിലൂടെ മുൻ മേയറായ ആര്യ രാജേന്ദ്രന്റെ പല കള്ളത്തരങ്ങളും കോർപ്പറേഷൻ കൊള്ളകളും പുറത്തുവരുമെന്ന് വ്യക്തം. ഓഫീസിനെ ചൊല്ലി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖയും തമ്മിലുണ്ടായ തർക്കം ആയുധമാക്കി CPM-നെ നേരിടാൻ ബിജെപിയുടെ വമ്പൻ നീക്കം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വാദം ഉയർത്തി വിഷയം CPM-നെതിരെ തിരിച്ചുവിടാനാണ് തിരുവനന്തപുരത്തെ പുതിയ കോർപ്പറേഷൻ ഭരണസമിതിയുടെ നീക്കം നടക്കുന്നത്. കോർപ്പറേഷൻ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ വാടക നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താനാണ് നീക്കം നടക്കുന്നത്. കോർപ്പറേഷനിലെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും മേയർ. മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. CPM-ന്റെ ഭരണ സ്വാധീനത്തിൽ നടന്ന ഇത്തരം ക്രമക്കേടുകളെ ശക്തമായി നേരിടാനാണ് നീക്കം നടക്കുന്നത്. ഉയർന്ന തുകകളാണ് ഇത്തരം കൈമാറ്റം നടന്നിട്ടുള്ളതെന്നും യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ BJP ആയിരുന്നു മേധാവിത്വം. അക്കാലത്ത് തന്നെ ക്രമക്കേട് ബോധ്യപ്പെട്ടിരുന്നുവെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചുപിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. മാസത്തിൽ 250 രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട്. ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ചു നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ. കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് സെക്രട്ടറി വ്യക്തമാക്കണമെന്നാണ് പുതിയ ഭരണസമിതിയുടെ ആവശ്യം. VK പ്രശാന്ത് MLA-യോട് ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൌൺസിലർ കൂടിയായ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ വിവാദമായി മാറിയതിനിടയിലാണ് കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിൽ സമഗ്ര അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ ചർച്ച നടക്കുന്നത്. CPM-ന്റെ മുൻ ഭരണസമിതികൾ നടത്തിയ അഴിമതികളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുന്നുണ്ട്. ഇപ്പോൾ CPM തന്നെ നൽകിയ അവസരം അവരെ അടിക്കാനുള്ള വടിയാക്കാനാണ് BJP-യുടെ ശ്രമം. അതേസമയം ശ്രീലേഖ ഓഫീസ് ആവശ്യപ്പെട്ട വിവാദം രാഷ്ട്രീയവൽക്കരിക്കേണ്ടതില്ല എന്നും വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകുന്നത് ആവശ്യമായ പരിശോധന നടത്തുമെന്നും അന്വേഷിക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിന്റെ രേഖകളടക്കം വിശദമായി പരിശോധിക്കുമെന്നും VV രാജേഷ് പറഞ്ഞിരുന്നു. അതേസമയം MLA-യുടെയും കൌൺസിലറുടെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണ് എന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകൻ സർക്കാരിന് ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കോർപ്പറേഷൻ കൌൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നും പരാതിയുണ്ട്. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജെയ്സൺ ആണ് ഇത് സംബന്ധിച്ച പരാതി ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. അതേസമയം ശ്രീലേഖയുടെ ആവശ്യം രാഷ്ട്രീയമായി BJPക്ക് ക്ഷീണം ചെയ്തിരുന്നു. ഈ ക്ഷീണം മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോഴത്തെ അന്വേഷണ ശ്രമങ്ങളും നടക്കുന്നത്. 300 സ്ക്വയർ ഫീറ്റ് റൂമും 832 രൂപയ്ക്കാണ് പ്രശാന്തിന് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. MLA ഓഫീസിന് ഇളവ് നൽകാവുന്നതുമാണ്. രേഖകൾ പരിശോധിച്ച കൂടുതൽ കാര്യങ്ങൾ പറയാം. സ്വകാര്യ വ്യക്തികൾക്ക് കോർപ്പറേഷൻ കെട്ടിടം കുറഞ്ഞ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും VV രാജേഷ് പറഞ്ഞു. നികുതി പണം പിരിഞ്ഞു കിട്ടുന്നുണ്ടോ എന്നും പരിശോധിക്കും. CPM-നെ പരാജയപ്പെടുത്തി BJP അധികാരം പിടിച്ച തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ ആദ്യ രാഷ്ട്രീയ തർക്കമായി മാറിയിരിക്കുകയാണ് ശാസ്തമംഗലത്തെ VK പ്രശാന്ത് MLA-യുടെ ഓഫീസ്. കോർപ്പറേഷനാണ് കെട്ടിടത്തിന്റെ അവകാശമെന്നും കൌൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കേണ്ട സ്ഥലമാണെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. VK പ്രശാന്ത് സഹോദരന് തുല്യനാണെന്നും ഒരു മുറി വിട്ടുതരണമെന്ന അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീലേഖ പറഞ്ഞു. യാചന സ്വരത്തിലാണ് താൻ സംസാരിച്ചത്. തനിക്ക് ഓഫീസ് ഇല്ല എന്ന് MLA-യെ അറിയിക്കുകയായിരുന്നു. എന്നാൽ വിട്ടുതരാനാകില്ല എന്ന് VK പ്രശാന്ത് പറഞ്ഞെന്നും ആർ ശ്രീലേഖ വ്യക്തമാക്കി. MLA-ക്ക് എവിടെ വേണമെങ്കിലും ഓഫീസ് ലഭിക്കും. പക്ഷേ ഒരു കൌൺസിലറായ താൻ എന്ത് ചെയ്യും? VK പ്രശാന്തുമായുള്ള സൗഹൃദ സംഭാഷണം വിവാദമാക്കരുതെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. നേതൃത്വവുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനിടെ MLA ഓഫീസിലെത്തി കൌൺസിലർ ആർ ശ്രീലേഖ VK പ്രശാന്തിനെ കണ്ടിരുന്നു. ആർ ശ്രീലേഖയുടെ യാചന
ശാസന സ്വീകരിച്ചുകൊണ്ട് MLA ഓഫീസ് ഒഴിയാനാകില്ലെന്നും കാലാവധി കഴിഞ്ഞാലും ഒഴിയുന്ന കാര്യം ആലോചിച്ചു മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നും VK പ്രശാന്ത് പ്രതികരിച്ചു. വാടക കാലാവധി കഴിയുന്നതുവരെ MLA ഓഫീസിൽ തുടരും. ഇതുവരെയുള്ള കൗൺസിലർമാർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. VK പ്രശാന്തിനെ ഇന്നലെ രാവിലെ ഫോണിൽ വിളിച്ചാണ് ഈ കെട്ടിടത്തിലുള്ള വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ സൗകര്യമില്ല എന്നും അതുകൊണ്ട് ഇതേ സ്ഥലത്തുള്ള MLA ഓഫീസ് ഒഴിയണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിലർ തനിക്ക് അനുവദിച്ച സമയപരിധി മാർച്ച് 31 വരെയാണെന്നും അതുവരെ ഒഴിയില്ല എന്നുമാണ് പ്രശാന്ത് ഇതിന് മറുപടി നൽകിയത്. തദ്ദേശ മന്ത്രി MP രാജേഷും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കക്ഷി ചേർന്നതോടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വിവാദം കൊഴുക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്.